നമസ്കാരം. MVRനും AP അബ്ദുള്ളക്കുട്ടിക്കും കോമത്ത് മുരളീധരനും ശേഷം പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച മറ്റൊരു നേതാവ് കൂടി CPMൽ നിന്നും പുറത്തേക്ക്. നാളെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗമായ V കുഞ്ഞികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. PP ദിവ്യയുടെ വിവാദത്തിനു ശേഷം കണ്ണൂരിലെ പാർട്ടി നേതൃത്വം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രതിസന്ധി കൂടിയാണ് പയ്യന്നൂർ പാർട്ടിയിലെ വിഭാഗീയത. 2017 മുതൽ ആളിക്കത്തിയും അണഞ്ഞും കനൽ ജ്വലിച്ചും ഈ വിവാദം പാർട്ടിയെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLAയുമായ TI മധുസൂദനനെതിരെ 1 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ പരസ്യമായി രംഗത്ത് വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ സംസ്ഥാന സെക്രട്ടറിയും അന്തരിച്ച നേതാവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്ക് ഇതെല്ലാം അറിയാമായിരുന്നെങ്കിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുവെന്ന് V കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തോടെ പാർട്ടി നേതൃത്വവും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. രക്തസാക്ഷി ഫണ്ടിൽ നിന്നും ധനാപഹരണം നടന്നുവെന്ന് സമ്മതിച്ചാൽ നേതൃത്വമാകെ വെട്ടിലാകും. കണക്ക് അവതരിപ്പിക്കാൻ വൈകിയ പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂവെന്നും അതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുത്തുവെന്നുമാണ് CPM ഇതുവരെ വിശദീകരിച്ചത്. ഇനി അത് മാറ്റി പറയാനാവില്ലെന്ന് വന്നതോടെ V കുഞ്ഞികൃഷ്ണനെ കൈയൊഴിയുകയാണ് CPMന് മുന്നിലുള്ള സുരക്ഷിത മാർഗം. ഇതിനിടെ V കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കൂട്ടത്തിലൊരു പ്രിയ സഖാവ് വീണുപോയ രാത്രിയിൽ വിശുദ്ധൻ എവിടെയായിരുന്നു? തടവറകളും ഇടിമുറികളും വിളിച്ച നാളുകളിൽ വിശുദ്ധൻ എവിടെയായിരുന്നു? ഊണും കഴിഞ്ഞ് ഏമ്പക്കവും വിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒറ്റുകാരനെ നാട് തിരിച്ചറിയും. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നിങ്ങനെയാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത്. 2017 മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വീണ്ടും പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. സാമ്പത്തികാപഹരണം നടത്തിയവർ കുറ്റക്കാരല്ലെന്ന് കമ്മീഷനെ വെച്ച് പറയിപ്പിച്ചതും പരാതിപ്പെട്ട തന്നെ വേട്ടയാടുന്നതുമാണ് കുഞ്ഞികൃഷ്ണനെ ചൊടിപ്പിച്ചത്. മധുസൂദനനെതിരെ തുറന്ന പോരിനിറങ്ങിയ V കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുകയും ചെയ്തു. സമവായത്തിന്റെ ഭാഗമായി TI മധുസൂദനനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയെങ്കിലും മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ തിരിച്ചെടുത്തു. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ V കുഞ്ഞികൃഷ്ണനെ പ്രത്യേക ക്ഷണിതാവാക്കുകയും പിന്നീട് ജില്ലാ കമ്മിറ്റി അംഗമായും ഉൾപ്പെടുത്തി. ഏരിയ സെക്രട്ടറി സ്ഥാനത്തു നിന്നും തന്നെ മാറ്റിയതിൽ അകന്നു നിന്ന കുഞ്ഞികൃഷ്ണൻ നേതാക്കളുടെ നിരന്തര വിളിയെ തുടർന്നാണ് പാർട്ടിയിൽ തിരിച്ചെത്തിയത്. മധുസൂദനനും സെക്രട്ടേറിയറ്റിൽ തിരിച്ചെത്തിയതോടെ താൽക്കാലിക വെടിനിർത്തലുണ്ടായി. കഴിഞ്ഞ സമ്മേളനത്തിൽ കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടും ധനാപഹരണക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. CPM നിയന്ത്രണത്തിലുള്ള പയ്യന്നൂർ റൂറൽ ബാങ്കിന് 20 കോടി മുടക്കി ചതുപ്പുനിലം വാങ്ങിയതിനെക്കുറിച്ചുള്ള ആരോപണവും EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം V കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. ഇത് അന്വേഷിക്കാൻ കമ്മീഷനുകളെ വെച്ചെങ്കിലും കുഞ്ഞികൃഷ്ണനെ ശാസിക്കാനായിരുന്നു തീരുമാനം. പാർട്ടിയിലെ വിവരം ചോർത്തുന്നുവെന്ന പരാതിയും കുഞ്ഞികൃഷ്ണനെതിരെ ഉന്നയിക്കപ്പെട്ടു. ഇതോടെ അദ്ദേഹം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതെ പുസ്തക രചനയിലായി. അണികൾ നേതൃത്വത്തെ തിരുത്തട്ടെ എന്നതാണ് പുസ്തകത്തിന്റെ ശീർഷകം. പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ സ്വന്തം നിലയ്ക്കാണ് പ്രസിദ്ധീകരിച്ചത്. അടുത്ത ദിവസം തന്നെ പുസ്തകം പയ്യന്നൂരിൽ പ്രകാശനം ചെയ്യുമെന്നാണ് വിവരം.